ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു സത്യമാണ്. ഏറ്റവും അധികം കഷ്ടപ്പെടുന്നവർ തന്നെയാണ് പലപ്പോഴും ജീവിതത്തിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് ദേഷ്യം വരാം, ചിലർക്ക് ദുഃഖവും തോന്നാം. പക്ഷേ ഇത് ഒരു കഥയല്ല, ഇത് നമുക്ക് ചുറ്റും നടക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. രാവിലെ മുതൽ രാത്രി വരെ പണി, ഒന്നും പാഴാകാതെ ഓടുന്ന ജീവിതം. എന്നിട്ടും ചോദ്യം ഒന്ന് മാത്രം: എന്തുകൊണ്ട് എൻ്റെ ലൈഫ് ചേഞ്ച് ആകുന്നില്ല? ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ, എഫേർട്ട് കൊടുക്കുന്ന ആളാണെങ്കിൽ, പക്ഷേ റിസൾട്ടൊന്നും കാണുന്നില്ലെങ്കിൽ ഈ ചാനൽ നിങ്ങൾക്ക് തന്നെയാണ്. ഇവിടെ ഫേക്ക് ഹോപ്പ് ഇല്ല, ഇൻസ്റ്റൻറ്റ് സക്സസ് സ്റ്റോറീസ് ഇല്ല, റിയൽ ടോക്ക് മാത്രമാണ് ഇവിടെ സംസാരിക്കുന്നത് നമ്മൾ. അതുകൊണ്ട് ഇപ്പോൾ തന്നെ മോട്ടിവേഷൻ മല്ലു സബ്സ്ക്രൈബ് ചെയ്യൂ. ശരി, ഇനി നമുക്ക് സത്യം തുറന്ന് സംസാരിക്കാം. പാർട്ട് 1: ഹാർഡ് വർക്ക് മാത്രം മതിയാവില്ല. നമ്മളോട് ചെറുപ്പം മുതൽ പഠിപ്പിച്ചത് ഒരു കാര്യം മാത്രമാണ്: കഷ്ടപ്പെടൂ, വിജയിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ സിമ്പിൾ അല്ല വിജയം എന്നുള്ളത്. ഹാർഡ് വർക്ക് ഡയറക്ഷൻ ഇല്ലെങ്കിൽ അതിൻ്റെ എനർജി വേസ്റ്റ് ആകും. ഒരേ സ്ഥലത്ത് ചുറ്റി ഓടുന്ന ഹാംസ്റ്റർ പോലെയാണ് പല ജീവിതങ്ങളും. പണി കൂടുതലാണ്, ടൈം പോകുന്നു, എനർജി തീരുന്നു, പക്ഷേ ഗ്രോത്ത് ഇല്ല. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ജീവിതം. പാർട്ട് 2: ബിസിയാണോ അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് ആണോ? നമ്മൾ പലപ്പോഴും പ്രൗഡായിട്ട് പറയും, എനിക്ക് സമയമില്ല ബ്രോ, ബിസിയാണ്. പക്ഷേ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ: ബിസിയാണോ അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് ആണോ? 12 മണിക്കൂർ ജോലി ചെയ്യാം, പക്ഷേ സ്കിൽ അപ്ഗ്രേഡ് ഇല്ലെങ്കിൽ ലൈഫ് അപ്ഗ്രേഡ് ഉണ്ടാകില്ല. നമ്മുടെ സമയം പോകുന്നത് എവിടെയാണ്? ഓവർ തിങ്കിങ്, സോഷ്യൽ മീഡിയ, ഓതർ ലൈഫ് കമ്പാരിസൺ. പാർട്ട് 3: സിസ്റ്റം നമ്മളെ എങ്ങനെ ട്രാപ്പ് ചെയ്യുന്നു? ഇത് ഒരാളുടെ കുറ്റമല്ല. എഡ്യൂക്കേഷൻ സിസ്റ്റം, ജോബ് കൾച്ചർ, സോഷ്യലിറ്റി എക്സ്പെക്റ്റേഷൻസ് എല്ലാം ചേർന്നൊരു ട്രാപ്പാണ്. മന്ത്ലി സാലറി വന്നാൽ സേഫ് ഫീൽ ചെയ്യും, പക്ഷേ ഡ്രീം സ്ലോലി മരിച്ചുകൊണ്ടിരിക്കും. റിസ്ക് എടുക്കുമ്പോൾ പേടി, ഫെയിലിയർ അക്സെപ്റ്റ് ചെയ്യാൻ പേടി. അവിടെയാണ് ലൈഫ് ഫ്രീസ് ആകുന്നത്. പാർട്ട് 4: എന്നാൽ മുന്നോട്ട് പോകുന്നവർ എന്താണ് ചെയ്യുന്നത്? അവർ സൂപ്പർ ഹ്യൂമൻസ് അല്ല, ലക്കിസ്റ്റ് പീപ്പിൾ അല്ല. അവർ ചെയ്യുന്ന ചില സിമ്പിൾ കാര്യങ്ങൾ മാത്രം: ക്ലിയർ ഗോൾ, ഓൺ സ്കില്ല്, ഡീപ്പ് ഫോക്കസ്, ഡെയിലി ഇംപ്രൂവ്മെൻറ്റ്, ലോങ് ടേം പാറ്റേൺസ്. ഓവർ നൈറ്റ് സക്സസ് ഇല്ല, സൈലൻ്റ് പ്രോഗ്രസ് മാത്രം. ആരും കൈയടിക്കാത്ത സമയത്ത് അവർ സ്വന്തമായി ക്ലാപ്പ് ചെയ്യുന്നു. ഇന്ന് പിന്നിൽ നിൽക്കുന്നവർ യൂസ്ലെസ് അല്ല, മിസ്പ്ലേസ്ഡ് ആണ്. ശരിയായ ഡയറക്ഷൻ കിട്ടിയാൽ സെയിം എഫേർട്ട് ലൈഫ് മാറ്റും. നീ ടയേർഡ് ആണെങ്കിൽ, കൺഫ്യൂസ്ഡ് ആണെങ്കിൽ, ഗിവ് അപ്പ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ നീ നോർമലാണ്. ഇന്ന് നീ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത് ഒരു ഡിസിഷൻ എടുത്തിട്ടായിരിക്കണം. നീ തന്നെ തീരുമാനിച്ചോളൂ, ബിസി ലൈഫ് വേണോ ഓർ മീനിങ് ഫുൾ ലൈഫ് വേണോ? ഒറ്റ സ്കില്ല്, ഒറ്റ ഡിസിഷൻ. ലൈഫ് സ്ലോ ആയാലും ചേഞ്ച് ചെയ്യാം. ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. പക്ഷേ ഒരു ചോദ്യം ഞാൻ ഇവിടെ വെച്ചിട്ട് പോകുന്നു: നീ ഇപ്പോൾ ജീവിക്കുന്ന ലൈഫ് നിനക്ക് ഇഷ്ടമുള്ളതാണോ? അല്ലെങ്കിൽ പതുക്കെ അത് അക്സെപ്റ്റ് ചെയ്തതാണോ? ഇന്ന് നീ ടയേർഡാണെങ്കിൽ അത് തോൽവിയുടെ ലക്ഷണം അല്ല, അത് നീ ഇന്നും ഫൈറ്റ് ചെയ്യുന്നുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. നമുക്ക് മുന്നോട്ട് പോകാം. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക, ഞാൻ അത് വായിച്ചിട്ട് റീപ്ലൈ തരാം. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.